എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ രാത്രി. പുതിയൊരു വിഷയവുമായിട്ട് ഈ വെള്ളിയാഴ്ച നമ്മൾ ഒത്തുകൂടുകയാണ്. ഇനി ഒരു ലോക്ക്ഡൌൺ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ വിപുലമാക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ ലോക്ക്ഡൌൺ എന്നുള്ള ഒരു പദം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെട്ടതാണ് ലോക്ക്ഡൌൺ. ലോക്ക് ചെയ്യുക, ഡൗൺ ആക്കി ഇടുക എന്നുള്ളതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ എന്നുള്ള പദം ഒരുമിച്ച് കേട്ടത് അത് അനുഭവിച്ചപ്പോഴാണ്. ഇതാണ് ലോക്ക്ഡൌൺ. അതിനും കുറെ കാലം മുമ്പ് അടിയന്തരാവസ്ഥ എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ. നമ്മുടെ ബേസിക് റൈറ്റ്സിന്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ തൽക്കാലത്തേക്ക് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിയിടുന്ന ഒരവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു രാജ്യം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. രാജ്യത്തെ മൊത്തത്തിൽ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഭരണകൂടം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ട്. അതിന്റെ ചെറിയ പതിപ്പുകൾ നമ്മൾ ഈ 144 പ്രഖ്യാപിക്കുക എന്നുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ വിപുലമായ ഒരു രൂപം നമ്മൾ ലോക്ക്ഡൌൺ എന്ന ആ ഒരു പ്രതിഭാസം ഇവിടെ വന്നപ്പോ നമ്മൾ അനുഭവിച്ചു. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യം പലതരത്തിൽ പോകുന്നു. നമുക്ക് പലതരം ആശങ്കകൾ ഉണ്ടാവുന്നു. തൊഴിലിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, യാത്രയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും, ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ. ബന്ധങ്ങൾ തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ പ്രകൃതി ഇതിനെയെല്ലാം കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം പുതിയ അവസരങ്ങളാക്കി മാറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തില് ഉണ്ടായ പാളിപ്പോയ ബന്ധങ്ങളൊക്കെ നന്നായി വരികയും അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നായി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ കുറച്ചു കാലത്തേക്ക് ഉണ്ടായി. അതിനുശേഷം ലോക്ക്ഡൌൺ ഒരു 1.5 വർഷത്തിന് ശേഷം മാറിയപ്പോൾ വീണ്ടും നമ്മൾ പഴയപടിയായി എന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയായി നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോയി. അപ്പോ ലോക്ക്ഡൌൺ കാലം നമുക്ക് സമ്മാനിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രകൃതിയുടെ മുകളിൽ മനുഷ്യനുണ്ടാക്കുന്ന ആഘാതങ്ങൾ നല്ലപോലെ കുറയ്ക്കാൻ പറ്റി എന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി അറിഞ്ഞു, പലയിടത്തും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പരസ്പര ബന്ധം എന്നുള്ളത് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള രീതിയിൽ ബന്ധങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് ആ മേക്ക് ദ ചെയിൻ എന്നുള്ള രീതിയിലുള്ള ഒരു സൗഹൃദ സംഘങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയ ഒക്കെ വല്ലാത്ത സജീവമായി. അതുവഴി കുറേയേറെ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളും അതിനകത്ത് വന്നു. അതിനിടയിൽ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ വരുമായിരുന്നത് നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്? ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് വരുമായിരുന്നു. പക്ഷെ നമുക്ക് കിറ്റുകളും കിട്ടി, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായി. അങ്ങനെ നമ്മളെ അതിൽ നിന്നൊക്കെ ആരൊക്കെയോ കൈപിടിച്ച് കയറ്റി അതിജീവിപ്പിച്ചു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു. അതിനു മുമ്പും ശേഷമൊക്കെ ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇവിടെ വന്നു. പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടു. അവരവരുടെ വീടുകളിൽ വലിയ മതിലുകൾ കെട്ടി ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്നവർ, യാത്ര ചെയ്യുമ്പോൾ പോലും 4 ചുമരുകൾ ഉണ്ടാക്കി അതിനകത്ത് യാത്ര ചെയ്തവരൊക്കെ, ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും കൂടെ ഒരു വരിയിൽ നിന്ന് കയ്യിൽ പാത്രവും എന്തി നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായി. എന്നിട്ട് നമ്മൾ അതിനെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന മധുര പേരിട്ട് വിളിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെയും മനുഷ്യസഹജമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ദുരിതം ഒക്കെ മാറി എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും നമ്മൾ പഴയപടി 4 ചുവരുകൾക്ക് ഇടയിലായി. അപ്പോ മനുഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പാഠം പഠിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പാഠം അനുഭവങ്ങളിൽ നിന്നും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയാലും അതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. എന്ത് വന്നാലും ലോക്ക്ഡൌൺ കാലത്തും ദുരിതകാലത്തും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഇതുപോലുള്ള അവസ്ഥകൾ വരികയാണെങ്കിൽ, ഇത് തുടരുകയാണെങ്കിൽ നാം എന്ത് ചെയ്യും എന്ന് അന്വേഷിച്ച കുറെ ആളുകളുണ്ട്. അതിജീവനത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ച കുറെ ആളുകളുണ്ട്. അന്ന് നമ്മള് ഒളിമ്പസ് അതിജീവനത്തിന്റെ വിജയമന്ത്രം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ 650 പേരാണ് ആ പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്തത്. ഓൺലൈനായിട്ടുള്ള ഒരു പ്രോഗ്രാം. അന്ന് വളരെ പേർ ആശങ്കയോടുകൂടി അന്വേഷിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് കൈകോർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലെ കുറച്ച് ആളുകൾ
ഹൃദയത്തിൽ നിന്നും ഈ ചോദ്യം വന്നവരും ഹൃദയം കൊണ്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തവരും കൂടെ നിന്നു. ബാക്കിയുള്ളവരൊക്കെ വീണ്ടും അപ്രത്യക്ഷരായി. പിന്നെ ഒരു ഗുണമുണ്ടായി, അവരൊക്കെ വീണ്ടും വീണ്ടും ഈ കൺസ്യൂമറിസത്തിനകത്തൂടെ പോകുന്ന സമയത്ത്, വ്യവഹാരത്തിന്റെ അകത്തൂടെ പോകുന്ന സമയത്ത് അവർ വീണ്ടും പല പുലിവാലുകൾ കൊണ്ട് തലയിടുമല്ലോ. ആ പുലിവാലുകൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും വിളികൾ വന്നു. കാരണം ചോദിക്കാൻ പാകത്തിലുള്ള ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, ഒരു സ്പേസ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കുറെ പേർ ഇനി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്, എന്റെ സാമ്പത്തിക നഷ്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ആരോഗ്യ പ്രശ്നത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്റെ പ്രണയത്തിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബന്ധങ്ങൾ മുറിഞ്ഞ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചോദ്യങ്ങൾ പിന്നീട് പലതും വരാൻ തുടങ്ങി. സത്യത്തിൽ ഈ ലോക്ക്ഡൌൺ എന്നുള്ള ആ ഒരു കാലത്താണോ നമ്മൾ ഈ ലോക്ക്ഡൌണിനെ ഫേസ് ചെയ്തിട്ടുള്ളത്? നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു 80-ന് മുകളിൽ മുൻപ് ജനിച്ചവരൊക്കെയാണ്. അപ്പോ പഴയ ഒരു കാലത്തെ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ കേരളം ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോയതിന്റെ ഒരു ആദ്യകാലത്തെ കണ്ടവരാണ്. ടെലിവിഷൻ ഇല്ലാതിരുന്ന ഒരു കാലം, മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന കാലം, പുസ്തകവും വായനയും വായനശാലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന കാലം, അയൽക്കൂട്ടങ്ങള് അയൽക്കാർ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വേലപ്പൻ വരിവരിയായി കൃഷി നടത്തി, ഞാറ് നട്ട് കൃഷി ഉണ്ടാക്കി ട്രാക്ടറും രാസവളങ്ങളൊക്കെ വെച്ച് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പാഠങ്ങൾ പഠിച്ച് അങ്ങനെയാണ് ശാസ്ത്രീയമായി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയവരാണ്. എന്നാലും പഴയ കാലത്തെ നമുക്കറിയാം. പുതിയ കാലം വന്നപ്പോ 80-കൾക്ക് ശേഷമുള്ള ഒരു കാലം, 90-കൾക്ക് ശേഷമുള്ള കാലം ഒക്കെ വൻ മാറ്റങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ 1981-ലാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഒരു ശാസ്ത്ര സംഘടനയായിട്ട് ആരംഭിച്ചതാണ്. ശാസ്ത്രം എന്ന് പറയുന്നതിന്, ശാസ്ത്രം മനസ്സിലാകണമെങ്കിൽ അതിന് പരിസ്ഥിതിയെ മനസ്സിലാകണമെന്ന് മനസ്സിലായി. ആദ്യം പരിസ്ഥിതിയെ മനസ്സിലാകണമെങ്കിൽ പ്രകൃതിയെ മനസ്സിലാകണമെന്ന് മനസ്സിലായി. പ്രകൃതിയെ മനസ്സിലാകുമ്പോൾ പ്രകൃതിയുടെ ഭൗതികത മനസ്സിലായാൽ പോരാ, അതിന്റെ മറ്റു ഭാവങ്ങളെ കൂടെ മനസ്സിലാകണമെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ഈ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ആഗോളീകരണത്തിന്റെ ഒരു വലിയ മുറവിളി ഇവിടെ ഉണ്ടായി. അതിന്റെ ഭാഗമായി USSR തകരുക, അതുപോലെ ലോകത്ത് കടുത്ത സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഇങ്ങനെ മുമ്പിലേക്ക് കടന്നുപോയി. ആ കാലത്ത് ആണ് നമ്മൾ സ്വാശ്രയ ജീവിതത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. 1986-ലാണ് ഞങ്ങൾ ഒരു കൂട്ടായിട്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചതെങ്കിൽ സ്വാശ്രയ ജീവിതത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലായത് ലോകം പുതിയൊരു ക്രമത്തിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിൽ നിന്ന്. ഈ ലോകത്തെ പുതിയ ബോധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി നമ്മളെ പരമാവധി നമ്മുടെ സ്വാശ്രയ സംവിധാനത്തിൽ നിന്നും, നമ്മുടെ ഭക്ഷണമാകട്ടെ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളാകട്ടെ, നമ്മുടെ അറിവിന്റെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ബന്ധങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഗൃഹനിർമ്മാണമോ ഒരു കല്യാണം പോലും എങ്ങനെ നടക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ സ്വാശ്രയത്തിൽ നിന്ന് മാറി ട്രെൻഡുകളുടെ പുറകെയും അതുപോലെ മറ്റു പല സംവിധാനങ്ങളുടെ പുറകെയും പോകാൻ തുടങ്ങി. പണ്ടൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു തൊഴിൽ നേടുക, ആ തൊഴിലിനൊപ്പം തന്നെ സ്വന്തം നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുകയൊക്കെയാണ് നമ്മുടെ പരിപാടിയായിരുന്നതെങ്കിൽ പിന്നീട് അതിന്റെ സ്വഭാവം മാറി അതെല്ലാം തന്നെ ചില കോർപ്പറേറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ചില ട്രെൻഡുകളിലേക്ക് ചെന്ന് വീണു. അങ്ങനെ ലോകം പുതിയൊരു വഴിക്ക് ഒഴുകുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ണു നിറഞ്ഞ് കണ്ടവരാണ്. ലോകം ഇനി ഇങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പഴയകാലമായിരുന്നു നല്ലത് എന്ന് നമ്മൾ വിലപിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് വന്ന തലമുറ കണ്ടു വളർന്നത് ഈ പുതിയ ട്രെൻഡുകളാണ്. ഈ പുതിയ ട്രെൻഡുകളാണ് ജീവിതത്തിന്റെ അടിസ്ഥാന പശ്ചാത്തലം എന്നവർ മനസ്സിലാക്കുകയും ആ വിധത്തിൽ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ കമ്പ്യൂട്ടറുകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങി. നമ്മുടെ സാങ്കേതിക ജീവിതത്തെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആയിട്ട് കീഴടക്കി. പിന്നെ ഇന്റർനെറ്റ് കീഴടക്കി. അതിനുശേഷം മൊബൈൽ ഫോണുകൾ കീഴടക്കി, പേജർ കീഴടക്കി, മൊബൈൽ ഫോൺ കീഴടക്കി. ഒടുവില് സ്മാർട്ട് ഫോണുകൾ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിനകത്താണ് ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ മെറ്റയും ഇതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സത്യത്തില് മഹാമാരിയുടെ പേരിൽ കൂട്ടിയിടപ്പെട്ടപ്പോൾ പോലും
നമ്മൾ ആലോചിച്ചില്ല അതിനു മുമ്പേ നമ്മൾ പൂട്ടപ്പെട്ടിരുന്നു എന്ന്. ടെലിവിഷനുകൾ നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നിരുന്നപ്പോ നമ്മൾ നമ്മുടെ വിനോദത്തിന്റെ ഒരു വലിയ ഒരു സാധ്യതയായിട്ട് നമ്മളത് കരുതി. അവരതിനെ മനസ്സിലാക്കിയത്, ലോകത്തെ ഭരിക്കുന്നവർ മനസ്സിലാക്കിയത്, അവരുടെ ഒരു വലിയ വിപണി നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നു. വിപണി നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ്, ഇതാണ് വിപണി. അങ്ങനെ അത് ടെലിവിഷൻ വഴി ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പടർന്നു കയറി. ഒരുപാട് സംസ്കാരങ്ങൾ, ട്രെൻഡുകൾ, പുതിയ രീതികൾ, പുതിയ പശ്ചാത്തലങ്ങൾ, പുതിയ അറിവുകൾ, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ അത് സമ്മാനിച്ചു. അങ്ങനെ പുതിയ ലോകം ഈ മൊബൈൽ ഫോണിന്റെ ഒരു ചെറിയ സ്ക്രീനിലേക്ക് ചുരുങ്ങിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാവുന്നതെല്ലാം അവർ കയറ്റി തന്നു കഴിഞ്ഞു. പണ്ട് JC കുമരപ്പയും ഗാന്ധിജിയും ഒക്കെ ഗ്രാമസ്വരാജിനെ കുറിച്ച് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് അത് പറയുന്നതിന് വല്ലാതെ റിലവൻസ് ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ വരുന്നു, ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിലെ വിഭവങ്ങളെ കൊള്ളയടിക്കുന്നു, നമ്മളിൽ നിന്നും കപ്പം പിരിച്ചു കൊണ്ടുപോകുന്നു, നമ്മുടെ മുകളിൽ അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അവർ തൊലിവെളുത്തവരായതുകൊണ്ട് നമുക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എതിർക്കാൻ തോന്നും. ദേശീയ പ്രസ്ഥാനമൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എതിർക്കാനും ഒക്കെ തോന്നും. അതേ കാര്യം ഇപ്പോ നമ്മുടെ അതേ തൊലിനിറത്തിലുള്ള ആളുകൾ നിർവഹിക്കുന്നത് കാണുമ്പോൾ, ഇവിടെ കറപ്ഷന്റെ ഒരു വലിയ ലോകം, മാലിന്യത്തിന്റെ, പൊല്യൂഷന്റെ ഒരു വല്ലാത്ത ലോകം, ജീവിതത്തിന് മൂല്യങ്ങളില്ലാതെ കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത ലോകം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നപ്പോ നമുക്ക് എതിർക്കാൻ പോലും, അതിനെ വിയോജിക്കാൻ പോലും കെൽപ്പില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറും. ആ കാലത്താണ് ഭൗതികമായി തന്നെ ഒരു ലോക്ക്ഡൌൺ വന്നിട്ട് ഇതാണ് ലോക്ക്ഡൌൺ എന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്നെ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് പോയത്. ഈ പരിശീലനം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും പലരും വായ മൂടിക്കെട്ടിയാണ് നടക്കുന്നത്. പലരും ഇപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ ചില രേഖകൾ പ്രത്യേകമായി സൂക്ഷിക്കാറുണ്ട്. ലോക്ക്ഡൌണിൽ കഴിഞ്ഞു പോയെങ്കിലും ലോക്ക്ഡൌണിന്റെ ആ ശീലങ്ങൾ മറന്നിട്ടില്ല. കുറെ പേര് മറന്നു എന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ മറക്കില്ല. കാരണം അടുത്ത ലോക്ക്ഡൌൺ ഏത് രൂപത്തിൽ വരും നമുക്കറിയില്ല. കാലാവസ്ഥയുടെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ തരം അലർട്ടുകൾ വരാറുണ്ട്. ഈ കാലാവസ്ഥ എന്നുള്ളത് നമ്മുടെ കയ്യിലാണോ, നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കൊണ്ടുണ്ടാകുന്നതാണോ, അതോ കൃത്രിമമായിട്ട് നടക്കുന്നതാണോ എന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിത പശ്ചാത്തലം വല്ലാതെ മുറുകിപ്പോകും. എന്താണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, മാർക്കറ്റ് ഇക്കോണമി എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം എന്നുള്ളത് വലിയൊരു ചന്തയാണ്. ആ ചന്തയിൽ വിൽപ്പനയ്ക്ക്, വിപണനത്തിന്, അതിൽ നിന്നുണ്ടാവുന്ന ലാഭത്തിനാണ് പ്രസക്തി. ലാഭം എന്ന് പറയുന്നത് വിഭവത്തിന്റെ ഒരു 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 മറ്റേ മൂല്യപരമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷനാണ്, അല്ലെ? അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് വിഭവത്തിന്റെ റെപ്രസെന്റേഷനാണ്. ആ വിഭവം നേടുന്നതിന് സമാനമാണ് നമ്മൾ കറൻസി നേടുക, പണം നേടുക എന്നുള്ളത്. ആ പണമാണ് ലാഭമായി നമ്മിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാക്കുമ്പോൾ ലോകത്തിന്റെ വിഭവങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ലാഭം നേടിയവന്റെ കയ്യിലേക്ക് ഒഴുകിയെത്തുന്നു എന്നൊരു ലളിത സൂത്രവാക്യമുണ്ട്. അപ്പോ ലാഭം നേടുക എന്നുള്ളതാണ് കച്ചവടത്തിന്റെ അടിസ്ഥാനം. ഈ കച്ചവടമാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നതാണ് കാര്യം. കച്ചവടം എന്ന് പറയുന്നത് അവർ കച്ചവടക്കാരും ഞങ്ങൾ കച്ചവടവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു വിഭവം നമ്മൾ ഉൽപ്പാദിപ്പിക്കാതെ വെളിയിൽ നിന്നും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലാഭത്തിലധിഷ്ഠിതമാണ്, പണത്തിലധിഷ്ഠിതമാണ്. അപ്പൊ പണം എന്നുള്ളത് ആരാണോ ഉണ്ടാക്കുന്നത്, പണത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്, പണം വ്യവസ്ഥയെ ആരാണോ സജ്ജീകരിക്കുന്നത്, അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് നമ്മുടെ ലളിത സാധാരണമായ ജീവിതവും പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു 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 എന്താ പറയാ ഐറണി അല്ലെങ്കിൽ പാരഡോക്സ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലില്ല. നമ്മൾ എന്ത് പഠിക്കണമെന്ന് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചികിത്സ ചെയ്യണമെന്ന് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. എന്തിന്? നമ്മൾ എന്ത് അറിയണമെന്ന്, നമ്മുടെ അറിവിനെ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന്, നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നതും എങ്ങനെ വേണമെന്ന് മറ്റാരും നിർവചിക്കുന്നു.
ആ നിർവചനം ആണ് സത്യം എന്ന് വിഷ്വൽ മീഡിയ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് പഠിച്ച് ഇറങ്ങുമ്പോഴേക്കും അടുത്ത ഒരു ചെറിയ സംവിധാനം വഴി ട്രെൻഡിങ്, വൈറൽ എന്നൊക്കെ പറയുന്ന ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിലൂടെ പോകും. ഇതെന്താ സാധനം എന്നറിയാൻ വേണ്ടി നമ്മൾ വിയോജിപ്പോട് കൂടി അതിനെ 10 തവണ കാണും. 11ാമത്തെ തവണ നമുക്ക് വേണ്ടെന്ന് കരുതുന്ന ആ പാട്ട് പോലും ഇനി ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി കേട്ട പാട്ട് പോലും ചിലപ്പോൾ നമ്മുടെ ചുണ്ടിലിട്ട് മൂളുന്നൊരവസ്ഥ വരെ നമുക്ക് വരും. വല്ലാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ അതിനൊക്കെ വിധേയമായി പോകുന്നത്? നമ്മുടെ ആ ഉപബോധ ചിത്രത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ മാർക്കറ്റ് ഇക്കോണമിയുടെ തന്ത്രങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ചെലുത്തി വിടുകയല്ലേ, അല്ലെങ്കിൽ അതിനകത്തേക്ക് അടിയറവ് വെക്കുകയല്ലേ ചെയ്യുന്നത്. കൺസ്യൂമറിസം എന്ന് പറയുന്ന, ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. ഇനി അഥവാ പരിചയമില്ലെങ്കിൽ അക്കാര്യം ഞാനൊന്ന് പരിചയപ്പെടുത്തും. പ്രകൃതിയിൽ ഒരു ജീവി ഉണ്ടാകുന്നത് പ്രകൃതിയിലെ വിഭവങ്ങളുടെ സമതുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനോ അതിന്റെ ഭാഗമായിരിക്കുന്നതിനോ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ജീവി ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ജീവിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അതിനു ചുറ്റും വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ വിതരണം ചെയ്ത് വെച്ചുകൊണ്ടാണ് പ്രകൃതി ആ സത്തയെ രൂപീകരിക്കുന്നത്. നിങ്ങളെയും എന്നെയും ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ രേഖീയമായ ചിന്താപദ്ധതി കൊണ്ട് നമ്മുടെ ജനനത്തിന് കാരണം നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പ്രകൃതിയിൽ ഇതെല്ലാം ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടൊരു സമവാക്യവും സൂത്രവാക്യവും ഒക്കെ. അതുപ്രകാരം നമ്മുടെ വിഭവങ്ങളെയെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളെ തന്നെ ഒഴിവാക്കുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റും വിപുലമായി നിൽക്കുന്ന വിഭവ സഞ്ചയം ഉണ്ടായിരിക്കുമ്പോഴും ഇതെല്ലാം തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ നിൽക്കുന്ന ഒരു ഫലം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ അവന് അത് പണം കൊടുത്തു വാങ്ങേണ്ടതുണ്ട്. ബാർട്ടർ സമ്പ്രദായമൊക്കെ പോയാൽ പണം കൊടുത്തു വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ പണം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ പണം എന്റെയോ ഈ മാവ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമയുടെയോ അല്ല, ഇത് മറ്റാരോ നമ്മുടെ കയ്യിലൂടെ പ്രവർത്തിപ്പിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ പരസ്പര സന്ധാരണത്തിന്, പരസ്പര വിനിമയത്തിന് അത് ഒരു ടൂളായിട്ട്, ആ പണം എന്നുള്ളത് ഒരു ടൂളായിട്ട് മാറും. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിഭവ വിനിമയം നടത്തും. അങ്ങനെ വിഭവ വിനിമയം നടത്തുന്ന സമയത്ത് പണ്ടാണെങ്കിൽ ആ വിഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഇടയിൽ ഒരു പരസ്പരം കൈമാറാനുള്ള ഒരു ടോക്കൺ ആയിട്ട് പണം നിന്നുവെങ്കിൽ ഇന്ന് പണത്തിന് കൃത്യമായിട്ട് റോൾ ഉണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു സാധനം കൊടുത്ത് പണം ഇങ്ങോട്ടേക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പണം നൽകി ഒരു വിഭവം വാങ്ങുന്നുണ്ടെങ്കിൽ പണം അയാളുടെ കയ്യിലേക്ക് ചെല്ലുന്നതിന്റെ ഒപ്പം തന്നെ ആ ട്രാൻസാക്ഷന് കാരണമാകുന്ന ഒരു മീഡിയ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ജിപേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം. ആ സംവിധാനത്തിലേക്ക് ഇതിന്റെ ഒരു ഭാഗം ചെല്ലുകയും കുറച്ചു നിമിഷത്തേക്കെങ്കിലും അവരുടെ ആ ഒരു സെർവറിൽ അതിന്റെ ടോക്കൺ നിൽക്കുകയും അത് അവർക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കും. ഇത് ചെറിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ നമ്മുടെ വിനിമയങ്ങളിലെല്ലാം തന്നെ ഈ കമ്പോളം എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങളെയും നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചെന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഏത് വിഭവവും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന ലളിത സാധാരണമായ യുക്തി ഇവിടെയുള്ള സാധാരണ ജീവികൾക്കെല്ലാം ഉണ്ട്. ഇപ്പോ മൈഗ്രേറ്റിംഗ് ആയിട്ടുള്ള ജീവികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ചില സൂത്രവാക്യങ്ങളുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഏതൊരു ജീവിയും ഉണ്ടാകുമ്പോഴും ആ ജീവിയുടെ ആ കാലത്തെ ഭക്ഷണവും ആ കാലത്ത് അതിന് അതിജീവിക്കേണ്ടുന്ന വിഭവങ്ങളുമെല്ലാം അതിന്റെ പരിസരത്ത് നിന്നുമാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മള് ജീവിതത്തെ വല്ലാതെ ചെറുതാക്കി കൊണ്ടുവന്നപ്പോ നമുക്ക് അതിനുള്ള സാധ്യതകൾ പോയി. അതിന് സാധ്യത പോകുന്നതിനുള്ള പ്രധാന കാരണം ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് എന്നുള്ളൊരു പദ്ധതി വന്നല്ലോ. എന്തിനാണ് തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്? കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്ന, സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തൊഴിലെടുക്കുന്ന ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുമ്പോൾ അതിന്റെ അഷ്വറൻസ് കാരണം ആ വഴി തന്നെ പോവുകയും അവരെ വിളിച്ചാൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് എവിടേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്? ഇതെത്തിക്കുന്നത് കാർഷിക മേഖലയുടെ പാടെയുള്ള തകർച്ചയാണ്. ഇനി കാർഷിക മേഖല മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മെക്കാനൈസ് ചെയ്യണം. മെക്കാനൈസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ കോർപ്പറേറ്റുകളെ മാത്രമേ ആശ്രയിക്കാൻ കഴിയും. സാധാരണ നമ്മുടെ റിസോഴ്സസിനെ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോ ഇത് നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്. സത്യത്തിൽ ഇവിടെ അത്തരം പദ്ധതികളെല്ലാം ഉണ്ടാകുന്നത്, അത് നടപ്പിലാക്കുന്ന സാധാരണക്കാരന്റെ ചിന്ത, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചിന്തയൊക്കെ ഒരു പക്ഷെ നല്ലതായിരിക്കും.
പക്ഷെ ഇത് ആസൂത്രണം ചെയ്ത ആളുകളുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് കാർഷിക രംഗത്തെ തകർച്ച തന്നെയാണ്. ഇതുപോലെ ഒട്ടേറെ 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 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന തൊഴിൽ കിട്ടുവാൻ വേണ്ടുന്ന വിദ്യാഭ്യാസം കിട്ടുവാൻ വേണ്ടുന്ന പഠനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നമ്മുടെ ജീവിതത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അല്ല, അതൊക്കെ ട്രെൻഡിന്റെ ഭാഗമായി സംഭവിക്കുന്നത്. അപ്പോ ആ വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം, അതിന് എന്ത് തുക ചെലവാക്കണം എന്നുള്ളതെല്ലാം തന്നെ ഈ കമ്പോളമാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയുടെ ആശയമല്ല. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വമായി മാറുക എന്നുള്ളൊരവസ്ഥ. ഒരു കുട്ടിയോട് നിങ്ങൾക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ നല്ലൊരു മനുഷ്യനാകണമെന്നോ, നല്ലൊരു ചിത്രകാരനാകണമെന്നോ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കർഷകനാകണമെന്നോ ജീവിതഗതിയായിട്ടൊരു കാര്യം പറയാനില്ല. പകരം പ്രൊഫഷണൽ ആകുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം വിദ്യാഭ്യാസമാണെങ്കിലും ശരി, ചികിത്സയാണെങ്കിലും ശരി, ബന്ധങ്ങളാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ഒരു കല്യാണമാണെങ്കിലും ശരി, ഈ 3 കാര്യങ്ങളാണ് ഇത്ര സ്വർഗത്തിൽ വെച്ച് നടക്കുന്നത്. 1 ജനനവും, 2 മരണവും, 3 വിവാഹവും. ഇത് 3 കല്യാണങ്ങളാണ്. 3 കല്യാണങ്ങൾ എന്ന് വെച്ചാൽ അത് ഉപരിവ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ കല്യാണം പോലും ഇന്ന് നടക്കുന്നത് ട്രെൻഡിനനുസരിച്ച്. പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകുന്നതും തകരുന്നതും ഒക്കെ ട്രെൻഡിനനുസരിച്ചാണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ഈ കച്ചവടം എന്നുള്ളത് കടന്നു കയറി. നമുക്ക് ഫ്രീ ആയിട്ട് പ്രകൃതി നൽകിയിട്ടുള്ളതാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും. ഭക്ഷണത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളത് ഫ്രീ ആയിട്ട് ഇവിടെ അനുവദിച്ചു തന്നിട്ടാണ് നമ്മളെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇന്ന് വെള്ളം കുപ്പിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നഗരത്തിലേക്ക് ചെന്നാൽ വെള്ളം കുടിക്കണമെങ്കിൽ കുപ്പിയേ ഉള്ളൂ വഴി, കുപ്പി വാങ്ങിക്കേ ഉള്ളൂ വഴി. ഇപ്പോ വലിയ നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ശ്വസിക്കാനുള്ള വായു സിലിണ്ടറിലാക്കി വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എവിടേക്കാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്? ഇവർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും ഗ്രസിച്ചിരിക്കുന്ന മുതലാളിത്തമാണ്, കോർപ്പറേറ്റിസമാണ്. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവർ നമ്മളെ തള്ളിയിട്ടിട്ടുള്ള ആ അഗാധ ഗർത്തത്തിന്റെ പേരാണ് കൺസ്യൂമറിസം. നമ്മൾ എല്ലാത്തിന്റെയും ഉപഭോക്താക്കളായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. എന്റെ നാടെന്ന് അഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായി ഒന്നുമില്ലാത്തവർ എന്ന് മധുസൂദനൻ നായർ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിട്ട് നമ്മൾ മാറി. ഇതിനെ അതിജീവിക്കണമെന്നുള്ള തോന്നൽ കുറെ കാലങ്ങളായിട്ട് കുറെ പേരുടെ തലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന കിട്ടിത്തുടങ്ങിയപ്പോ മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്, പ്രത്യേകിച്ചും സ്കോട്ട്ലൻഡില് ഉള്ള ഫൈൻഡ് ഹോൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് കുറെ ആളുകൾ ഒരുമിച്ച് ഈ സ്വാശ്രയത്വമുള്ള ഒരു ജീവിതം നയിക്കാൻ ഇറങ്ങിപ്പുറത്തു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇന്ത്യയിലും അതുപോലെ ഓറോവിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പോണ്ടിച്ചേരിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി വന്നു. അതിനെ ഇക്കോ വില്ലേജുകൾ എന്നാണ് വിളിക്കുക. അപ്പോ ആ ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടി വന്നത് എന്തിനാണ്? അതായത് നമ്മുടെ സർവ്വകാര്യം, നമ്മുടെ ഭക്ഷണം എന്നുള്ള കാര്യം, നമ്മുടെ ആരോഗ്യം എന്നുള്ള കാര്യം, നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യം ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളായപ്പോൾ അവരുടെ ആ കോർപ്പറേറ്റിസത്തിന്റെ ആ ഒരു സ്വാധീനം കൊണ്ട് നമ്മളെല്ലാം തന്നെ കൂട്ടായിട്ട് ജീവിച്ചിരുന്ന, ഗോത്രമായിട്ട് ജീവിച്ചിരുന്ന, കൂട്ടായിട്ട് ജീവിച്ചിരുന്ന, ദേശമായി ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മൾ മതിലുകൾ കെട്ടിപ്പൊക്കി ഇൻഡിവിജ്വൽസ് ആയിട്ട് വ്യക്തിപരതയിൽ ഊന്നി ജീവിച്ചു തുടങ്ങിയപ്പോ ഒടുവിൽ ഒരു വീട്ടിലുള്ള ആളുകൾ പോലും ഓരോരുത്തരും വൈകുന്നേരമായാൽ അവരവരുടെ മൊബൈൽ മാത്രം നോക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയപ്പോൾ ഈ പാരസ്പര്യം എന്നുള്ള അവസ്ഥ പൂർണ്ണമായിട്ടും വിട്ടു. നമ്മൾ കാണുന്നത് പലപ്പോഴും ഭൗതികമായ ഒരു സമൂഹത്തെയാണ്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അത് ആ സമൂഹത്തിലെ ഘടകങ്ങൾ മാത്രം പറയും. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം ഒരു വലിയ വിഷയമാണ്. ഇവരുടെ സ്വാശ്രയത്വം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സത്യത്തിൽ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ, ഒരു സത്ത നിലനിൽക്കണമെങ്കിൽ ഇവയെല്ലാം ശരിയാം വിധം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ സംവിധാനത്തെ മുഴുവൻ പൊളിച്ചടുക്കിയിട്ട് അവർ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു മരണാത്മകമായ ഒരു ഭ്രമകൽപ്പന അവിടെ നടത്തി. ആ ഭ്രമകൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥയുടെ പേരാണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത്. അപ്പോ കൺസ്യൂമറിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ പോകുന്ന സമയത്ത് ഇനിയൊരു ലോക്ക്ഡൌൺ വന്നാൽ അത് എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ, എന്തിന്റെ പേരിലെന്ന് വെച്ചാൽ ഒരു മഹാമാരിയുടെ പേരിലാവാം, കാലാവസ്ഥയുടെ പേരിലാകാം, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ പേരിലാകാം, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരിലാകാം, അല്ലെങ്കിൽ ഇനി ഇതാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ലോകമഹായുദ്ധം വരാൻ പോകുന്നു എന്ന് ലോകമഹായുദ്ധത്തിന്റെ പേരിലാകാം, എന്തിന്റെ പേരിലുമാകാം. പേരുകൾ പലതാണ്. പണ്ട് ഈ പഞ്ചതന്ത്രത്തിൽ ഒരു കഥയുണ്ടല്ലോ, ഒരു ചെന്നായ മറ്റേ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. അതിനെ തിന്നാൻ ആയിട്ട് ഒരുങ്ങിയാണ്. അപ്പോ അയ്യോ എന്നെ
വിട്ടുകളയണേ, ഞാനൊരു പാവൻ ആട്ടിൻകുട്ടിയാണ് എന്ന് ചോദിച്ചപ്പോ നീയല്ലേ ആ അരുവിയിലെ വെള്ളം കലക്കിയത്, അതുകൊണ്ട് ഞാൻ തിന്നാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുകയുമല്ല, നോക്കൂ എന്റെ തോലൊക്കെ നനഞ്ഞിട്ട് പോലും ഇല്ല, അതുകൊണ്ട് ഞാനല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ നീ അല്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും ചെയ്തത്, അതുകൊണ്ട് ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണെന്ന് പറയുന്ന ഒരു ന്യായീകരണത്തിന്റെ ഒരു വഴി പഞ്ചതന്ത്രത്തിൽ പറയുന്നു. ഇതുപോലെ ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അതല്ലെങ്കിൽ വേറൊന്ന് എന്ന പേരിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ പൂട്ടിയിടാനുള്ള വഴികൾ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ലോക്ക്ഡൌൺ എന്നുള്ള പേരിൽ പൂട്ടിയിടപ്പെട്ടതിനെയാണ് നമ്മൾ ഈ ലോക്ക്ഡൌൺ എന്ന് വിളിച്ചത്. അതല്ലാതെ തന്നെ നമ്മുടെ എത്ര സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ ബോധത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ധിഷണയെ, നമ്മുടെ ആത്മാഭിമാനത്തെ, സ്വാഭിമാനത്തെ എല്ലാം അടിയറവ് വെച്ചിട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു തിരിച്ചുപോക്ക് ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും തോന്നുകയില്ല. കാരണം നമ്മൾ ഈ പതുക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണ്. ചൂടുവെള്ളത്തിൽ ഒരു തവള വീണ് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും അയ്യോ പൊള്ളുന്നു എന്ന് പറഞ്ഞ് ചാടി പകുതി പൊള്ളലോടുകൂടി വെളിയിലേക്ക് ചാടും. പക്ഷെ വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കയറ്റിയിട്ട് ആ വെള്ളം പതുക്കെ ചൂടാക്കി വന്നു കഴിഞ്ഞാൽ തവളയ്ക്ക് മനസ്സിലാവില്ല താൻ ചൂടാവുകയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവൻ അതിനകത്ത് രമിച്ച് അവിടെ കിടന്നങ്ങ് മരിച്ചു. ഈ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിനും ഉണ്ടാകുന്നത്. നമ്മുടെ ചുറ്റും ഈ മുതലാളിത്തം പ്രദാനം ചെയ്യുന്ന ചൂടിൽ കൺസ്യൂമറിസത്തിന്റെ ചട്ടിയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് സ്വാശ്രയത്വം നഷ്ടമായെന്ന്, നമുക്ക് സ്വാഭിമാനം നഷ്ടമായെന്ന്, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള തിരിച്ചറിവ് നഷ്ടമായെന്ന്, ഇൻഡിജീനിയസ് നോളജ്, നമ്മുടെ പാരമ്പര്യ ജ്ഞാനം നഷ്ടമായെന്ന്, പാരമ്പര്യ ജ്ഞാനം നേടാനുള്ള ശേഷിയുണ്ടല്ലോ, ആ ശേഷി പോലും നഷ്ടമായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കുറച്ചു പേർക്ക് എവിടേക്കോ, നേരത്തെ സ്കോട്ട്ലൻഡിലെയും ഓറോവില്ലേക്ക് കാര്യം പറഞ്ഞതുപോലെ ലോകത്തിന്റെ 10,000-ഓളം ഇക്കോ വില്ലേജുകളിലായിട്ട് പലർക്കും ഇത് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇതൊന്നും അല്ലാത്തൊരു ജീവിതം സാധ്യമാണെന്നുള്ളത് മനസ്സിലാക്കി നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ എല്ലായിടത്തുമുണ്ട്. എല്ലാവരും ആലോചിക്കുന്നുണ്ട് എനിക്ക് ഇതല്ല, ഇങ്ങനെയല്ല വേണ്ടത്, ജീവിതം വേറൊരു രൂപത്തിലേക്ക് പോകണമെന്ന്. ആ വേറൊരു രൂപം എന്താ പലർക്കും അറിയില്ല. പ്രത്യേകിച്ചും JC കുമരപ്പയും ഗാന്ധിജിയും ഒക്കെ അപ്രസക്തമായി നിൽക്കുന്ന ഒരു ലോക കാലഘട്ടത്തില്, അത് ഗാന്ധിയൻ സ്റ്റഡീസിന്റെ റിസർച്ച് ചെയ്യാനുള്ള ഒരു പേപ്പർ മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്കറിയില്ല ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി പോകേണ്ട ഇടത്തെക്കുറിച്ച് ഒളിമ്പസ് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 37-38 വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വാശ്രയ ജീവിതം മാത്രമാണ് ഇതിനുള്ള വഴിയെന്ന്. ഈ സ്വാശ്രയത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടതെന്തോ അത് എന്റെ പരിസ്ഥിതിയിൽ നിന്നും എന്റെ പരിസരത്ത് നിന്നും ഞാൻ കണ്ടെത്തുന്ന രീതിയാണ് സ്വാശ്രയം. ആ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ആധുനിക കാലത്ത് ചിലപ്പോൾ നേരിട്ട് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടി വരും. നിർമ്മിച്ചാൽ പോലും അത് എന്റെ പരിസരത്തും എനിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും എല്ലാ കാലത്തും എപ്പോഴും എല്ലായിടത്തും കഴിയാൻ വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള കാര്യങ്ങളെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നാണ്യവിളകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും വിഭവങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഇടത്തേക്ക് കുമിഞ്ഞു കൂടുകയും അതിന് പകരമായി കിട്ടുന്നു എന്ന പേരിൽ നമ്മൾ കുറെ കറൻസി സൂക്ഷിച്ചു വെക്കുകയും ആ കറൻസി എല്ലാം തന്നെ വീണ്ടും കൺസ്യൂമറിസത്തെ പോറ്റുന്ന വേറെ കുറെ കമ്പനികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് നമ്മൾ ഇതിന്റെ ഇടയിലുള്ള ഒരു പിണിയാളായിട്ട് മാറും. വേറൊരു സിനിമയുടെ ഒരു കഥ പറയാം. അതായത് ജഗദീഷ് കുമാർ ഒരു സിനിമയിൽ ഒരാളിൽ നിന്ന് 100 രൂപ കടം വാങ്ങിച്ചു. അടുത്ത ശനിയാഴ്ച കടം തരാമെന്ന് പറഞ്ഞു. അടുത്ത ശനിയാഴ്ച അപ്പൊ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോ രണ്ടാമത് ഒരാളോട് പറഞ്ഞു ഒരു 100 രൂപ കടം തരാം, അടുത്ത ആഴ്ച തിരിച്ചു തരാമെന്ന്. അപ്പോ അയാളും കൊടുത്തു. ഈ പൈസ കൊണ്ട് ആദ്യത്തെ ആൾക്ക് കൊടുത്തു. അപ്പൊ അയാൾക്ക് വിശ്വാസമായി. അടുത്ത ശനിയാഴ്ചയായപ്പോ അയാൾക്ക് വിശ്വാസമായല്ല. അയാളോട് ചോദിച്ചു എനിക്ക് 100 രൂപ കടം തരാമോ. എന്നിട്ട് രണ്ടാമത്തെ ആൾക്ക് കൊണ്ട് കൊടുത്തു. രണ്ടാമത്തെ ആൾക്ക് വിശ്വാസമായി. അപ്പൊ ഓരോ ആഴ്ചയും ഈ 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഇടക്കാലത്ത് ഒരു ദിവസം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ പറഞ്ഞു എല്ലാ ആഴ്ചയും ഞാൻ എന്തിനാ ഇടയിൽ നിൽക്കുന്നത്, നിങ്ങൾ എല്ലാ ആഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ പോരായിരുന്നു. ഏതാണ്ട് ഇതുപോലെ ഈ ഇടനിലക്കാരനായിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഇവരുടെ കച്ചവടത്തിന്റെ വിപണിയുടെ കൺസ്യൂമറിസത്തിന്റെ മുതലാളിത്തത്തിന്റെ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള മീഡിയ ആയി മാറുകയാണ് നമ്മൾ എന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോ സ്വാശ്രയത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വഴിപ്പെടാതെ, അവരുടെ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിന് വഴിപ്പെടാതെ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് പരിസരത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് ഇവിടെ ആപ്പിൾ ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് ഇവിടെ പരിപ്പ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് ചോദിക്കാറുണ്ട്. പറ്റില്ല.
നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പലതും നമ്മുടെ ഭക്ഷണമോ നമ്മുടെ സാധനങ്ങളോ അല്ല, നമ്മുടെ പരിസരത്തു നിന്ന് ഉണ്ടാക്കിയതല്ല. അത് ലോകം മുഴുവൻ ഒരൊറ്റ വിപണിയായപ്പോ ആ വിപണി നിലനിർത്താൻ വേണ്ടി ഇത് അവരൊരു സാർവലൗകികമായ ഒരു അവസ്ഥ, സാർവത്രികമായിട്ട് എല്ലായിടത്തും ലഭിക്കുന്ന ഒരു അവസ്ഥ കിട്ടിയതാണ്. ഇപ്പൊ കേരളീയന്റെ പൊതുഭക്ഷണമാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. കേരളത്തിന്റെ ഭക്ഷണം അതാണോ? അല്ല. ആ വിധത്തിലുള്ള ഒരു സംസ്കാരത്തെ ഇവർ ട്രെൻഡ് മേക്കിങ്ങിൽ ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പല വിഭവങ്ങളും നമുക്ക് വേണ്ടതല്ല, നമ്മുടേതല്ല, നമ്മളത് ഉപയോഗിക്കുന്നത് ശരിയല്ല. എന്നിട്ടും നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചത്, നമ്മളെന്നാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളെന്നല്ല, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിഭവങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് പൊതു ട്രെൻഡിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഞാൻ നാളെ മുതൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വെളിയിൽ നിന്നുള്ള ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ എനിക്ക് ചിലപ്പോൾ കുറച്ച് വെണ്ടയും കുറച്ച് വഴുതനയും മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളായിരിക്കും. എനിക്ക് ഗോതമ്പ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ മുതൽ ചപ്പാത്തി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ ചപ്പാത്തി ഇല്ലാത്ത ജീവിതം എന്ത് ജീവിതമാണെന്ന് ഞാൻ ആലോചിച്ച. അപ്പോ സ്വാശ്രയത്വം എന്ന് പറയുന്നത് ശരിക്കും പ്രാദേശികമായ ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. പ്രാദേശികമായ നിലനിൽപ്പിലാണ് സ്വാശ്രയത്വം ഉണ്ടാവുക. അപ്പോ പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിച്ച് വേണം കഴിയാൻ. പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിച്ച് കഴിയണമെങ്കിലോ പ്രാദേശികമായ ജീവിതശൈലി സ്വീകരിക്കും. അതിന് ഒരു സാർവലൗകികമായ ഒരു ജീവിതശൈലി സ്വീകരിച്ചാൽ മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശീലിച്ചിട്ടുള്ള ആ സാർവലൗകിക ജീവിതശൈലിയെ പുനർനിർവചിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ വസ്ത്രധാരണത്തെ, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്കവാറും ഉപകരണങ്ങളെയൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ മാറ്റി എഴുതേണ്ടി വരും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറയും ഈ നിങ്ങൾ ഇത് കാണുന്ന സ്ക്രീനുമെല്ലാം തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി ചെല്ലാൻ എത്ര പേർക്ക് കഴിയും? എങ്ങനെ കഴിയും? കാരണം ഒറ്റയ്ക്കല്ലേ നമ്മൾ. അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയണമെങ്കിൽ, അതല്ലാതെ ജീവിതത്തെ പുനർനിർവചിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ പോരാ, ഇത് കൂട്ടായിട്ട് ചെയ്യും. കൂട്ടായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സമൂഹം ഉണ്ടാകും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിൽ നമുക്ക് സമൂഹം. എന്തിനാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്? നാളെ വൻ ലോക്ക്ഡൌണുകൾ എന്തിന്റെയൊക്കെ പേരിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഈ ലോക്ക്ഡൌണുകളെ അതിജീവിക്കണമെങ്കിൽ, ഞാൻ അതിന്റെ മുഴുവൻ രാഷ്ട്രീയവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുഴുവൻ സമ്പദ് ശാസ്ത്രവും അതിന്റെ നിഗൂഢ ശാസ്ത്രങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയുന്നത്. കാരണം ഇതേക്കുറിച്ച് നമ്മളൊരു പൊതുവേദിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കേണ്ടതുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വക കാര്യങ്ങളെ വിട്ടുകളയുക. പകരം വലിയ ലോക്ക്ഡൌണുകൾ നമ്മളെ ഉണ്ടെന്നുള്ള ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും ചുരുക്കിയത് മൊത്തത്തിൽ കൂട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ സ്വാഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളെ എല്ലാം തീരുമാനിക്കുന്ന മറ്റുള്ളവരാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ലോക്ക്ഡൌണിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള മാർഗം സ്വാശ്രയത്വം ആണെന്ന് പറഞ്ഞു. സ്വാശ്രയത്വം നിലനിർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് കൂട്ടായിട്ട് അത് നടപ്പിലാക്കാൻ പറ്റണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടപ്പിലാക്കുന്നതിന് വല്ലാതെ പരിമിതിയുണ്ട്. അത് കൂട്ടമായിട്ട് നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ കൂട്ടമായിട്ട് നടപ്പിലാക്കുന്ന സംവിധാനത്തെയാണ് സ്വാശ്രയ സമൂഹങ്ങൾ എന്ന് പറയുക. സ്വാശ്രയ സമൂഹങ്ങൾ എന്നുള്ളതിനെ കുറച്ചുകൂടി വിപുലപ്പെട്ട് പറയുന്നതാണ് സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുക. സുസ്ഥിരമായി ജീവിക്കുന്നതാണ് സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമുക്ക് ഏത് കാലത്തും നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയും നമുക്ക് വേണ്ടുന്ന വിത്തിനങ്ങളെ നമ്മൾ സൂക്ഷിക്കുകയും നമ്മുടെ വിഭവങ്ങളെ നമ്മൾ തന്നെ ചെയ്യുന്ന സാങ്കേതിക വിദ്യകൾ പരിപോഷിപ്പിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഏത് കാലത്തും ഇതുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയും. അപ്പോൾ വികസനമോ, ബലൂണ് വികസിക്കുന്നത് കണ്ടിട്ടില്ലേ? ബലൂണിന്റെ വികാസത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് വികസിച്ചാൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ ശരീരം വികസിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പരിധി, ആ പരിധിക്കപ്പുറത്തേക്ക് വികസിച്ചാൽ അതും പൊട്ടും. എന്നുവെച്ചാൽ വലിയ പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാരോഗങ്ങളായി, പിന്നെ മരണത്തിലേക്കാണ് പോകുന്നത്. ഏത് സംവിധാനമാണെങ്കിലും ശരി, അതിന്റെ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അതിന്റെ സൈസ് റൈറ്റ്നെസ് അഥവാ വളർച്ചാ പരിധി എന്നാണ് പ്രകൃതിയുടെ നിയമങ്ങൾ പറയുന്നത്. ആ വളർച്ചാ പരിധിക്ക് അപ്പുറത്തേക്ക് അത് വളർന്നു പോയാൽ അത് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കലാണ് നമ്മുടെ വികാസം. ആ വികസന സങ്കല്പങ്ങളിൽ നിന്നത് കൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ, അതിന്റെ തുടക്കവും ഒടുക്കവും ഒന്നും ഞാൻ പരിശോധിക്കുന്നില്ല തൽക്കാലത്തേക്ക് നാട്ടു നടപ്പനുസരിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത്? ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പ്രകാരം നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ഭൂ ഉപയോഗ ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം നടന്നില്ലേ? നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് നമ്മൾ കൂട്ടുന്നത് കൊണ്ട് അതിന്റെ ആഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നമ്മൾ എപ്പോഴൊക്കെയാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ വന്നില്ലേ? നമ്മുടെ കാർഷിക രംഗം തകർന്നില്ലേ? ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റമാണ്.
ഈ ജീവിതശൈലിയുള്ള മാറ്റത്തെ പുനർനിർവചിച്ചാൽ മാത്രമേ നമുക്ക് സ്വാശ്രയത്വത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോ സ്വാശ്രയത്വം എന്നുള്ളത് സുസ്ഥിരതയുടെ ഒരു ലക്ഷണമാണ്. വികസനം എന്നുള്ളത് സ്വാശ്രയത്വത്തിനും സുസ്ഥിരതയ്ക്കും ഒരു അപകടം ഉണ്ടാക്കുന്ന കാര്യം. നമ്മൾ വികസിക്കേണ്ടതുണ്ട്. എവിടെയാണ് വികസിക്കേണ്ടത്? ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പൂർണ്ണ വളർച്ചയെത്തുന്ന മനുഷ്യനാകുന്നത് വരെ അവൻ വികസിക്കേണ്ടതുണ്ട്. അവന്റെ ബോധപരമായ വികാസമാണ്. ശരീരം കൊണ്ട് അവൻ ഒരു പരിധിവരെ വികസിക്കും. അതിനുമപ്പുറത്തേക്ക് അവന്റെ ബോധപരമായ വികാസമാണ് വേണ്ടത്. ആധുനിക കാലത്ത് ഇത്രയേറെ കാലുഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും, പൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വികസിക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മുടെ ബോധത്തിലേക്കാണ് നമ്മൾ വികസിക്കേണ്ടത്. അതിനു പകരം അനന്തമായിട്ടുള്ള സാങ്കേതിക വികാസം ഉണ്ടാകുന്ന സമയത്ത് ഇനി നാളെ ഒരിക്കലും നമുക്കിവിടെ ഒരു ജീവരാശിക്ക്, ഒരു മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കുള്ള വികാസമാണ്. അല്ലാതെ പൊട്ടിത്തെറിക്കലാണ്, ബലൂണ് പൊട്ടുന്നത് പോലെ ഒരു പൊട്ടൽ. അപ്പോ അത്തരം ഒരു വികാസത്തെക്കുറിച്ച് പറയുന്നവർ വികസനം എന്നുള്ളതിന്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കാത്തവരാണ്. വ്യവസ്ഥാ നിയമത്തെയോ സുസ്ഥിരതയുടെയോ ശാസ്ത്രത്തെ മനസ്സിലാക്കാത്തവരാണ്. ശാസ്ത്രീയം എന്ന് നമ്മൾ 100 തവണ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് പ്രചുര ശാസ്ത്രമാണ്, പോപ്പുലർ സയൻസ് ആണ്. അത് പലപ്പോഴും കപടമാണ്, അതിന്റെ ലക്ഷ്യം കച്ചവടമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്ന പലതും എന്ന് വെച്ചാൽ നന്മ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പലതും നമ്മുടെ നിലനിൽപ്പിനെതിരാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ മാറിപ്പോകുന്നത് സ്വാശ്രയത്വത്തിലേക്കാണ്. കാരണം സുസ്ഥിരതയ്ക്ക് കാരണമാകുന്നത് സ്വാശ്രയത്വമാണ്. ഉയർന്ന പ്രദേശത്ത് അല്ലെങ്കിൽ വിദൂര പ്രദേശത്ത് നിന്നുള്ള വിഭവങ്ങളും വിദൂര പ്രദേശത്ത് നിന്നുള്ള സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധുത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ബന്ധുത്വം എന്നുള്ളതിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന് ആധാരം അതാണെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സുസ്ഥിരതയല്ല, അത് വികാസമാണ്. വികാസം എന്ന് പറയുന്നതിന് പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോയാൽ ഇത് പൊട്ടിത്തെറിക്കും, ഇല്ലാതെയാവും. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വാശ്രയത്വത്തിലേക്ക് പോകുക എന്നുള്ളതാണ് വഴി. സ്വാശ്രയത്വം ഒറ്റയ്ക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കൂട്ടുജീവിതം നടത്തുന്നത്. ഇനി കൂട്ടുജീവിതം നടപ്പിലാക്കുന്നു എന്നിരിക്കട്ടെ, കൂട്ടായിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇപ്പോ കുറച്ചുപേര് ഈ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ കാലത്ത് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇവർക്ക് ഒരു പൊതുവിശ്വാസധാരയില്ല എന്നുള്ളത്. നമ്മളിപ്പോ ഉദാഹരണത്തിന് വാക്സിനേഷൻ എന്നുള്ള കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിട്ട് കുറെ പേര് കൂട്ടുജീവിതം ആഗ്രഹിച്ചു. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വാക്സിനേഷൻ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും ഇവർ തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. കാരണം ഒരു പൊതുവിശ്വാസധാരയില്ലാത്തതാണ്. ഈ പൊതുവിശ്വാസധാര എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് മതം, ജാതി, കുലം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിന്നു പോകുന്നത്. ഇന്നും മതവും ജാതിയും കുലവും ഉണ്ടല്ലോ. കൺസ്യൂമറിസത്തിന്റെ മതമുണ്ട്, തൊഴിൽ മതമുണ്ട്, രാഷ്ട്രീയ മതങ്ങളുണ്ട്, വിശ്വാസ മതങ്ങളുണ്ട്, പല ശാസ്ത്ര വിശ്വാസത്തിന്റെ മതങ്ങളുണ്ട്. ഇത്തരം പല മതങ്ങളും നിലനിൽക്കുന്നത് ഒരു പൊതുവിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്നത് കൊണ്ടാണ്. അവിടെ ആ പൊതുവിശ്വാസമുള്ള ആ ഒരു പൊതുവിശ്വാസത്തെ ഊന്നി നിൽക്കുന്നത് കൊണ്ട് അവർ ആ ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള, മറ്റു കാര്യങ്ങളിലെല്ലാം അവർ വിഭിന്നരാണ്. പക്ഷെ ഒരു ഗോത്രം എന്ന് പറയുന്ന സമയത്ത് ആ ഗോത്രത്തിന് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഏകീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ആ ഏകീകൃത സംവിധാനത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ആ പ്രദേശവും ആ പ്രദേശത്തിന്റെ പ്രകൃതിയുമായിരിക്കും. നമുക്ക് ഒരു പ്രദേശത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് പറയേണ്ട തൽക്കാലം. ഒരു പ്രദേശത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് സ്വാശ്രയത്വത്തിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞു. അതിനുമപ്പുറത്ത് പ്രകൃതി എന്നൊരു കാര്യമുണ്ടല്ലോ. നിങ്ങൾ ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് തരത്തിൽ വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ, ഏത് ജീവിത പദ്ധതി പിന്തുടരുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്കും എനിക്കും കോമൺ ആയിട്ടുള്ളത്, ഇവിടെയുള്ള സർവ്വചരാചരങ്ങൾക്കും കോമൺ ആയിട്ടുള്ളത് പ്രകൃതിയാണ്. ആ പ്രകൃതി എന്തെന്നുള്ള അറിവും പ്രകൃതിയെക്കുറിച്ചുള്ള തിരിച്ചറിവും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുജീവിതം. ആ കൂട്ടുജീവിതത്തിന് സ്വാശ്രയത്വം പൂർണ്ണമായിട്ട് പുലർത്താൻ കഴിയും. ഇനി വരാൻ പോകുന്ന കാലത്ത്, പ്രത്യേകിച്ചും പുതിയ ലോകക്രമം നമ്മളെ ഗ്രസിക്കുന്ന സമയത്ത്, ലോകത്തെ മുഴുവൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ലോകത്തെ നിയന്ത്രിക്കുന്നവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഇഷ്ടം പോലെ നിങ്ങളുടെ മുന്നിൽ ഈ മീഡിയ ഇരിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ കയറി തപ്പി നോക്കുക. ആരാണ് ലോകത്തെ ഭരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന ആഗോള അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോ അത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടായി നമ്മൾ പൂർണ്ണമായിട്ടും പൂട്ടിയിടപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാശ്രയത്വത്തിലേക്ക് തിരിച്ചു വരണം. സ്വാശ്രയത്വത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് ജീവിക്കാൻ കഴിയണം. കൂട്ടായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് പൊതുവായ വിശ്വാസധാരകളാണ്. പൊതുവായ വിശ്വാസധാര എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ഈശ്വരന്റെ പുറത്തോ ശാസ്ത്രത്തിന്റെ പുറത്തോ ഒരു മതത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പുറത്തോ ഉള്ളതല്ല. പകരം അത് നമുക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ള പ്രകൃതി എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കണം. അത്തരത്തിലൊരു ജീവിത വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ അതിനു വേണ്ടുന്ന ഒരുപാട് ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ശ്രദ്ധ ക്ഷണിച്ചിട്ടും നോക്കൂ, ഈ ഒരു വിഷയത്തെ ഈ വിഷയമാണെന്ന് അവതരിപ്പിക്കുന്ന ഇപ്പോൾ എത്ര പേരാണ് സ്ക്രീനിലുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പ്രാദേശികമായിട്ടുള്ള ഒരു നില നമുക്കുണ്ടാവണം, കൂട്ടായിട്ടുണ്ടാവണം. പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കണം. അതിന് ജീവിതത്തെ പുനർനിർവചിക്കണം. നിങ്ങൾ വിപുലമായ വലിയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പകരം ജീവിതം എന്നുള്ള ശരിയായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതൊരു കോർപ്പറേറ്റിന്റെ പ്രൊഫഷണലായിട്ട് മാറി തീർക്കാനുള്ളതല്ല. പകരം എനിക്ക്, എന്റെ ഇണയ്ക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ മക്കൾക്ക്, എന്റെ അയൽക്കാർക്ക് ഉള്ളതായിരിക്കണം എന്റെ ജീവിതം എന്ന രീതിയിലേക്ക് ജീവിതത്തെ പുനരാവിഷ്കരിക്കാൻ കഴിയുന്ന ജൈവ മനുഷ്യന് മാത്രമേ ഈ ഒരു കൂട്ടുജീവിതവും സ്വാശ്രയ ജീവിതവും സാധ്യമാവുകയുള്ളൂ. ആ ജൈവ മനുഷ്യന് മാത്രമേ ഒരു ഏകീമാനസത്തിന്റെ ഭാഗമായി നിലനിൽക്കാൻ കഴിയുള്ളൂ, ഒരു പൊതുവിശ്വാസധാരയുടെ ഭാഗമായി നിൽക്കാൻ കഴിയുള്ളൂ. ക്ഷമിക്കാം. അങ്ങനെ ഒരു ജൈവ മനുഷ്യന് മാത്രമേ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കാൻ പോലും സാധ്യമാകും. ഇവർ ഒരിക്കൽ ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണം. ഇവർ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന സിസ്റ്റത്തെ കുറച്ച് നാളത്തേക്ക് പൂട്ടിയിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭക്ഷണത്തിന്റെ സാധ്യത. ഇവർ ഒരു ഇടത്ത് കാര്യമായി കുറച്ച് പരസ്പര യുദ്ധങ്ങൾ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ശ്വസിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതെ. നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ തരാൻ പാകത്തുള്ള ചെടി നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി നിൽക്കുമ്പോൾ ഇനി ഇതിനെ തിരിച്ചു പിടിക്കണമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇനി പുനഃസ്ഥാപിക്കണമെങ്കിലും ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കണമെങ്കിലും ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് സ്വാശ്രയത്വമാണ്. അതൊരു കൂട്ടുജീവിതമാണ് മാർഗം. അതിനൊരു പൊതുവിശ്വാസധാര ഉണ്ടാവണം. അത്രയും മതിയോ? പോരാ. നമ്മൾ ഇന്നു മുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവും. ആ പ്രവർത്തിക്കാൻ തയ്യാറാവണമെങ്കിൽ ആദ്യം പഠിക്കണം, കൈകോർക്കണം, പരിശീലിക്കണം. ഇത് ഇത്തരത്തിലുള്ള കൂട്ടുജീവിതം എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ സ്വാശ്രയത്വം എന്നുള്ള സാധനം എക്സ്പീരിയൻസ് ആണ്. സ്വാശ്രയത്വത്തിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്ന വിഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആ വിഭവങ്ങളിൽ ഒതുങ്ങി ജീവിതത്തെ മിതപ്പെടുത്തി ഒരു മിനിമൽ ജീവിതത്തിലേക്ക് പോകാൻ കഴിയണം. ഇത്രയും പറഞ്ഞാൽ മതിയോ? പോരല്ലോ. നമ്മൾ അറിഞ്ഞ ഒരുപാട് വിഡിത്തങ്ങളുണ്ട്. ഈ വിഡിത്തങ്ങളൊക്കെ ഇളക്കി കഴിയാൻ നമ്മൾ തിരിച്ചു പഠിക്കണം. ഡീ ലേണിംഗ് എന്ന് പറയും. ഡീ ലേൺ ചെയ്യണം. ഈ സമയത്തെല്ലാം നമുക്ക് മനസ്സിലുണ്ടാവുന്ന പ്രക്ഷുബ്ധതകളുണ്ട്. ആ പ്രക്ഷുബ്ധതകളെ കൈകാര്യം ചെയ്യാൻ വൈകാരിക ബുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോകണം. അതിന് തുലനം ചെയ്യാൻ പാകത്തിലുള്ള ആത്മീയ ബോധ്യങ്ങൾ ഉണ്ടാവണം. ഇത്തരത്തിൽ മാത്രമേ ഒരു സ്വാശ്രയത്വം നിറഞ്ഞൊരു കൂട്ടുജീവിതം സാധ്യമാവുകയുള്ളൂ. അതിനുള്ള ഒരു പശ്ചാത്തലമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഒളിമ്പസിന്റെ ഇക്കോ വില്ലേജ് എന്നുള്ള ആശയം. എന്താണെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ചു പേർ അതിനെ പിൻപറ്റുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിന്തുടരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്നത് കൊണ്ട് ഇപ്പോഴും നിൽക്കാതെ മുൻപോട്ട് പോകുന്നു. പക്ഷെ അത് ഒരു വ്യവസ്ഥാപിത സംവിധാനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് ഈ 3, 2, 5 പേർ ചേർന്നിട്ട് അല്ലെങ്കിൽ 10, 30 പേര് ചേർന്നിട്ട് ഒരു ഇത്തരം ഒരു മഹാവ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഇത് പ്രസക്തമാവുന്ന എപ്പോഴായിരിക്കുന്നത്? കുറച്ചു കാലം കഴിയുമ്പോൾ ജീവിതം വഴിമുട്ടുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഈ തൊഴിൽ സമ്പ്രദായങ്ങളും ഈ പണ സംവിധാനവും ഈ ഉപഭോഗ സംവിധാനവും ഈ പൊതുവിതരണ സംവിധാനവും ഈ എണ്ണ സംവിധാനവും ഒക്കെ തകരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് താളം തെറ്റുന്ന സമയത്ത് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ എല്ലാവരും നെട്ടോട്ടം ഓടും. സ്വന്തമായിട്ട് മക്കളുള്ളവർ അവർ ഓടുന്നത് കണ്ടിട്ട് കിടന്ന് കരയേണ്ടി വരും. അതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ അവരെ അടക്കം പരിശീലിപ്പിച്ച് ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത്തരമൊരു ജീവിതശൈലിയെ പരിചയപ്പെടുക, അത്തരമൊരു ജീവിതശൈലി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ അല്പസമയം മാറ്റിവെക്കുക. സ്വാശ്രയ സംവിധാനങ്ങളുടെ ഭാഗമായി മാറുക. സ്വാശ്രയത്വം എന്നുള്ളൊരവസ്ഥയിലേക്കും സുസ്ഥിര ജീവനം എന്നുള്ളൊരവസ്ഥയിലേക്കും ഇപ്പോൾ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ കാലെടുത്തു വയ്ക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെ വേണം, ഏത് തരത്തിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ലോകത്ത് ഒരുപാട് മാതൃകകളുണ്ട്. ഗ്ലോബൽ ഇക്കോ വില്ലേജ് നെറ്റ്വർക്ക് എന്നുള്ളൊരു പദം നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത്തരത്തിൽ കേരളത്തിലുള്ള ഒരു സംവിധാനമാണ് ഒളിമ്പസ് ഉണ്ടാക്കുന്ന ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ്. എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ പഠനങ്ങളുടെ 30-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്വാശ്രയ ജീവിതത്തെക്കുറിച്ച്, കൂട്ടുജീവിതത്തെക്കുറിച്ച്, ഒരു ഇക്കോ വില്ലേജ് ലിവിങ്ങിനെ കുറിച്ച്, മിനിമലിസത്തെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, ഇക്കോ ബേസ്ഡ് ആർക്കിടെക്ചറിനെ കുറിച്ച്, ഇക്കോ ഓറിയന്റഡ് അഗ്രികൾച്ചറിനെ കുറിച്ച് ഒക്കെ
നമുക്ക് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾക്കും സ്വാശ്രയത്വത്തിലേക്ക്, കൂട്ടുജീവിതത്തിലേക്ക് പതുക്കെ നടന്നു കയറാൻ കഴിയും. ആ കാലത്ത് അങ്ങനെ നിങ്ങൾക്ക് നടന്ന് ചെല്ലാൻ കഴിയുന്ന സമയത്ത് നാളെ ഇവിടെ ഈ വൻ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കട്ടെ. ആ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ എല്ലാം പോകുമ്പോൾ ഞാനും പോവില്ലേ എന്ന് ചിന്തിക്കണ്ട. എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള പാഠങ്ങൾ കിട്ടിയവർക്ക് ആ ഒന്നുമില്ലായ്കയിൽ നിന്നും ഉയർന്നു വരുവാനുള്ള ശേഷിയുണ്ടാവും. ആ ശേഷിയാണ് നമ്മൾ ആർജിക്കേണ്ടത്. ഒന്നുമില്ലായ്കയിൽ നിന്നും അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷിയാണ് നമ്മൾ ആർജിക്കേണ്ടത്. അത് എങ്ങനെയെന്നുള്ളത് അറിയണമെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങളെ പഠിക്കണം. ആ പാഠങ്ങളാണ് ഒളിമ്പസിന്റെ പാഠങ്ങളിലൂടെ, ഫ്രൈഡേ വിസ്ഡത്തിലൂടെ നമ്മൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക, നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക, നിങ്ങളുടെ പ്രവർത്തനത്തെ ക്ഷണിക്കുക, നിങ്ങളുടെ ജീവിതത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ് എന്റെ ഈ ഒരു പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യം. ഇവിടം കൊണ്ട് പറഞ്ഞു തീരുകയല്ല, ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം, കൂടുതൽ നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഞാൻ ഇവിടെ സംസാരിച്ചു വന്നത് എന്റെ ജീവിതത്തെക്കുറിച്ചും എന്റെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അല്ല, നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ്. അത് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ ചിന്തിച്ചു തുടങ്ങുക, ചോദിച്ചു തുടങ്ങുക, പ്രവർത്തിച്ചു തുടങ്ങുക, നടന്നു തുടങ്ങുക. ഈ ഒരു നടത്തത്തിന്റെ വഴിയിൽ നിങ്ങളുടെ കൂടെ കൈപിടിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങളും ഉണ്ടായിരിക്കും. ഈ ഒരു ഓർമ്മ സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ഇതിനുശേഷം ചോദിക്കുക. നന്ദി, നമസ്കാരം.